ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ ദിവസമായി വീഡിയോകളൊക്കെ ഇട്ടിട്ട്. അപ്പം ഇന്നത്തെ നമ്മളെ വർക്ക് എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു വർണ്ണയിൽ നമുക്ക് എങ്ങനെയാണ് ഹെഡ്ലൈറ്റിൻ്റെ അകത്ത് ഒരു DRL നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. അതാണ് നമ്മളെ ഇന്നത്തെ ഒരു വർക്ക് എന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഗ്രില്ലും കൂടെ നമ്മൾ മാറ്റിയിട്ടുണ്ട്, മെഷ് ഗ്രില്ലും കൂടെ നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പം നമുക്ക് നേരെ ഇപ്പം എങ്ങനെയാണ് DRL സെറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് നമ്മൾ ഹെഡ്ലൈറ്റിനെല്ലാം നമ്മൾ ഊരി എടുത്തിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ അകത്ത് പറഞ്ഞ ഈ ഒരു പോർഷനിലാണ് നമ്മൾ RGBയും സെറ്റ് ചെയ്ത് നമുക്ക് നിയോണും കൂടെ നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പം അതിൻ്റെ സൈഡിലായിട്ട് തന്നെ നമുക്കൊരു ചെറിയൊരു സ്പേസ് കാണുന്നുണ്ട്. അപ്പോൾ ആ സ്പേസിലാണ് നമ്മൾ ഈ RGB നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ വൈറ്റ് ഷീറ്റ് നമ്മൾ എടുത്തിട്ടുണ്ട്. വൈറ്റ് ഷീറ്റിൽ നമ്മൾ അതിൻ്റെ അകത്ത് പേസ്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ RGB റണ്ണിങ് കൊടുത്തിട്ടാണ് നമ്മൾ വെളിയിൽ നമ്മൾ RGB ആയിട്ട് പ്രൊജക്ഷനായിട്ട് എടുക്കാൻ പോകുന്നത്. കാണുമ്പോൾ സംഭവം നിങ്ങൾക്കൊരു സിമ്പിൾ മെത്തേഡാണെന്ന് തോന്നും. നമ്മൾ ഇതേ ഷേപ്പിനും സൈസിനും കട്ട് ചെയ്ത് ഇതിനെ നമ്മൾ അകത്ത് സെറ്റ് ചെയ്യുന്നതാണ് ഒരു സമയം പിടിച്ച പരിപാടി എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഹെഡ്ലൈറ്റ് നിങ്ങൾ അയച്ച് തരാണെങ്കിൽ അതിനായിട്ടുള്ള ഒരു ടൈമും കൂടെ തരണം. മാക്സിമം എന്തായാലും ഒരു 3 to 4 ദിവസത്തിനകത്ത് നമ്മൾ എന്തായാലും സാധനം സെറ്റ് ചെയ്ത് നിങ്ങൾക്ക് എന്തായാലും റിട്ടേൺ കൊറിയർ അയക്കും. വർക്ക് കുറേ പെൻഡിങ് കിടക്കുന്നതുകൊണ്ടാണ് നമുക്ക് സമയത്തിന് സമയം നമുക്ക് വീഡിയോ നമുക്ക് ഇടാൻ പറ്റാതെ ആവുന്നത്. ബാക്ക്ഗ്രൗണ്ട് ഷീറ്റും നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ആ ഷീറ്റിനെ നമ്മൾ ബാക്കിൽ നമ്മൾ കവർ ചെയ്ത് കൊടുക്കുകയാണ്. ഒരു ഹെഡ്ലൈറ്റ് നമുക്ക് പണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നൊരു അടുത്ത ഹെഡ്ലൈറ്റും കൂടെ നമുക്ക് പൊളിച്ച് ഈ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളത് അടുത്ത ഹെഡ്ലൈറ്റ് നമ്മൾ ഓടുന്നത്. അങ്ങനെ 2 ഹെഡ്ലൈറ്റിലും RGBയുടെ പോർഷൻ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പം വർക്കിംഗ് ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം സാധനം എല്ലാ പാറ്റേണും കാര്യങ്ങളും എല്ലാമേ നമുക്ക് വർക്കിംഗ് തന്നെയാണ്. നമുക്കിനി ഈ ക്രോം ചെയ്തിരിക്കുന്ന ഭാഗം മൊത്തം നമുക്കിപ്പോൾ ഡീക്രോം ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒന്ന് തേച്ച് പിടിപ്പിച്ചിട്ട് നമ്മൾ അതിൽ കൂടി നമ്മളിപ്പോൾ പെയിൻ്റാണ് നമ്മളത് അടിക്കാൻ പോകുന്നത്. അങ്ങനെ DRL നമ്മളിതിൽ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നിയോണിലാണ് നമ്മൾ ഇട്ടിട്ടുള്ളത് DRL എന്ന് പറയുന്നത്. ഇത് എത്ര ലോ പ്രൈസിൽ നമുക്ക് ഈ ഹെഡ്ലൈറ്റ് ചെയ്യാൻ പറ്റുമോ അത്ര ലോ പ്രൈസിലാണ് നമ്മൾ ഹെഡ്ലൈറ്റ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ രണ്ടും ഇട്ട് കഴിഞ്ഞപ്പം ഒരു നല്ല അടിപൊളി ലുക്കാണ് ഇതിൽ വന്നിട്ടുള്ളത്. ഈ RGB എന്ന് പറയുന്നത് ഫുള്ളും ആപ്പ് കൺട്രോളിലുള്ളതാണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഹെഡ്ലൈറ്റിൻ്റെ അകത്ത് നല്ല ഒരു ഡാർക്ക്നെസ് ഉണ്ട്. അപ്പം അതിനെ മൊത്തം നമ്മളിത് പോളിഷ് ചെയ്ത് നമ്മൾ അടിക്കുകയാണ്. അകത്തും പുറത്തും നമ്മൾ പോളിഷ് ചെയ്യണം. എങ്കിൽ മാത്രമേ അതിൻ്റെ ഇതൊക്കെ മാറി പഴയ രീതിയിലുള്ളതൊക്കെ മാറി കാണാൻ നല്ല അടിപൊളിയാവുള്ളൂ. അങ്ങനെ ഒരു സൈഡ് പോളിഷ് ചെയ്ത് സെറ്റ് ചെയ്ത് നമ്മളിത് എടുത്തിട്ടുണ്ട്. അപ്പം ഇനി ഇതിനെ മൊത്തം നമ്മൾ ഇളക്കിയതുപോലെ തന്നെ നമ്മൾ തിരിച്ചും ക്ലോസ് ചെയ്യാണ്. നമ്മൾ അകത്ത് പോളിഷ് ചെയ്ത പോലെ തന്നെ നമ്മൾ പുറത്തും കൂടെ നമ്മളത് പോളിഷ് ചെയ്തെടുക്കുകയാണ്. അങ്ങനെ നമ്മൾ 2 സൈഡിലും പോളിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളത് ഒരു സൈഡ് മാത്രം നമ്മളത് സെറ്റ് ചെയ്ത് നോക്കി. പിന്നെ നമുക്കിതിൽ ബമ്പറിനും കൂടെ ഒരു വർക്ക് ഉണ്ടായിരുന്നു. നമ്മൾ ബമ്പറിന് സെൻറ്റർ പോർഷൻ മാത്രം നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ട് അതിൻ്റെ അകത്തൊരു മെഷ് വയ്ക്കാൻ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ 2 സൈഡ് ഹെഡ്ലൈറ്റ് നമ്മളത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഒരു ലുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടിരിക്കുമെന്ന് ഞാൻ തോന്നുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. മാക്സിമം ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ലൈക്ക് അടിക്കുക. അപ്പോൾ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണ് ഇതുവരെയും നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കുക. നിങ്ങളൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെയും ബൈ.